എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ജോബ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ഫെഡറൽ ബാങ്കിലോട്ടാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസി വിളിച്ചിട്ടുള്ളത്. പ്രമുഖ സ്വകാര്യ ബാങ്കായ ഫെഡറൽ ബാങ്കിലോട്ടാണ് ഇപ്പോൾ വേക്കൻസി വിളിച്ചിരിക്കുന്നത്. അപ്രൻറ്റീസ് നിയമപ്രകാരമുള്ള 1 വർഷത്തെ അപ്രൻറ്റീസ് പരിശീലനത്തിനാണ് പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളാണ് അവസരം ലഭിക്കുക. കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അവസരം ഉണ്ടാകാം. മാർച്ച് 10 മുതൽ മാർച്ച് 17 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. ട്രെയിനിങ് മന്ത്ലി സ്റ്റൈപ്പൻഡ് ഉണ്ടാവും. അപ്രൻറ്റീസ് പരിശീലനം കാലാവധി 1 വർഷമാണ്. ലൊക്കേഷൻ വരുന്നത് കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായിരിക്കും പോസ്റ്റിംഗ് ലഭിക്കുക. മന്ത്ലി സ്റ്റൈപ്പൻഡായിട്ട് പറയുന്നത് 18,000 രൂപയാണ് മന്ത്ലി സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. നിങ്ങൾക്ക് കേരളത്തിലും അവസരമുണ്ട്. കേരളത്തിലും വിവിധ ജില്ലകളിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മന്ത്ലി 18,000 രൂപയായിരിക്കും നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മാർച്ച് 1 താഴെ വരുന്ന യോഗ്യതകൾ നേടിയിരിക്കണം. പ്രായപരിധിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. മാർച്ച് 1 താഴെയാണ് കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് പ്രായം വരേണ്ടത്. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കുറഞ്ഞത് 50% മാർക്കോടെ ബിരുദം നേടിയിരിക്കണം. റെഗുലർ കോഴ്സ് തന്നെ നിങ്ങൾക്ക് ചെയ്തവർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ബിരുദം പാസ്സായി 4 വർഷം പിന്നിടാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. 4 വർഷം പിന്നിട്ട് കഴിഞ്ഞാൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എക്സ്പീരിയൻസും മുൻപരിചയമുള്ളവർക്ക് അപേക്ഷിക്കാമെങ്കിലും 1 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവർ അപേക്ഷിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. മുൻപ് മറ്റേതെങ്കിലും അപ്രന്റീസ് ട്രെയിനിങ് പൂർത്തിയാക്കിയവരോ നിലവിൽ ചെയ്യുന്നവരോ അപേക്ഷിക്കാൻ പാടുള്ളതല്ല എന്നും പറയുന്നുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ എന്നും അവർ പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് പറയുന്നത് ഉദ്യോഗാർത്ഥികളുടെ പ്രായം മാർച്ച് 1, 2026 അടിസ്ഥാനമാക്കി 28 വയസ്സ് കവിയാൻ പാടില്ല. അതായത് അപേക്ഷിക്കുന്നവർ 1998 മാർച്ച് 1 അതിനുശേഷമോ ജനിച്ചവരായിരിക്കണം. സെലക്ഷൻ പ്രോസസ്സിംഗ് ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് യോഗ്യരായവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ശേഷമായിരിക്കും ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുക. പരീക്ഷയില്ല, ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം. പേഴ്സണൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ബാങ്ക് തീരുമാനിക്കുന്ന മറ്റു മാർഗങ്ങളിലായിരിക്കും അന്തിമ തിരഞ്ഞെടുപ്പ് നടക്കുക എന്നും പറയുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്യാനുള്ളത് ഉദ്യോഗാർത്ഥികൾ കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ അപ്രന്റീസ് ട്രെയിനിങ് സ്കീം പോർട്ടലിൽ കയറുക. രജിസ്റ്റർ ചെയ്തതിനു ശേഷം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പോർട്ടലിൽ നിന്ന് ഒരു എൻറോൾമെൻറ്റ് ID നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം പോർട്ടൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എഗെയിൻസ്റ്റ് അഡ്വാൻസ് വേക്കൻസി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫെഡറൽ ബാങ്ക് എന്ന തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.